Good morning students, welcome back to Personality Development and Communication Skills. The topic we are discussing today is personality and personality development. In our last session, we have discussed about the definition of personality development, etc. In this session, we are going to discuss about the importance of personality development and the determinants of personality development. So let us see what are the importance of personality development. എന്താണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ പ്രാധാന്യം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ലൈഫിൽ വളരെ വേണ്ടതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പേഴ്സണാലിറ്റി, നല്ലൊരു പേഴ്സണാലിറ്റി എന്തിനൊക്കെ നമ്മളെ സഹായിക്കുന്നു, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് ആവശ്യമാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഏറ്റവും ആദ്യം തന്നെ ensure excellence in one's chosen field. അതായത് ഒരു വ്യക്തി സെലക്ട് ചെയ്ത ആ ഫീൽഡിൽ ആ വ്യക്തിയുടെ കഴിവ്, ആ വ്യക്തിയുടെ പരമാവധി കഴിവിനെ തെളിയിക്കുവാൻ ഒരു നല്ലൊരു മാർഗമാണ് നല്ലൊരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ഏത് ഫീൽഡിലായിക്കോട്ടെ, ആ സെലക്ട് ചെയ്ത ഫീൽഡിൽ അദ്ദേഹത്തിന്റെ എക്സലൻസ് അല്ലെങ്കിൽ കഴിവ് പരമാവധി ഉറപ്പാക്കുവാൻ ഒരു നല്ലൊരു പേഴ്സണാലിറ്റിക്ക് കഴിയും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഇതിന്റെ പ്രാധാന്യം. സോ ദ സെക്കൻഡ് പോയിന്റ് ഈസ് കോൺട്രിബ്യൂട്ട് ടു ഇൻഡിവിജ്വൽ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ്. ഒരു വ്യക്തിയുടെ സ്വന്തം വികസനത്തിനും അതുപോലെ തന്നെ ഒരു രാജ്യത്തിന്റെ നാഷണൽ വികസനത്തിനും ഡെവലപ്മെന്റിനും ഇത് സഹായിക്കും. ഒരു രാഷ്ട്രത്തിന്റെ വികസനം ഒരു വ്യക്തിത്വ വികാസത്തിലൂടെ അത് ഒരു രാജ്യത്തിന് തന്നെ ഒരു വികസനമാണ് സംഭവിക്കുക. അപ്പം ഈ ഒരു പേഴ്സണാലിറ്റി ഒരു വ്യക്തിയുടെ ഡെവലപ്പ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ കുറേയധികം പേഴ്സണാലിറ്റി, എല്ലാ വ്യക്തികളുടെയും പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് രാജ്യത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു രാജ്യത്തിന്റെ വികസനത്തിന് വഴിതെളിക്കുന്നു, അല്ലെ ഡെവലപ്മെന്റിന് വഴിതെളിക്കുന്നു എന്നുള്ളതാണ് ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ രണ്ടാമത്തെ പ്രാധാന്യം. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് ആണ്, an improvement in your personality can improve your chance for success in any undertaking. നമ്മൾ ഏത് മേഖലയിൽ ഏത് ജോലി ചെയ്താലും ആ ജോലിയുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുവാനും അതിനൊരു അവസരം ഉണ്ടാക്കുകയാണ് ഈ നല്ലൊരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സക്സസിലേക്കുള്ള, വിജയത്തിലേക്കുള്ള ഒരു വഴി ഒരുക്കുവാൻ ഒരു നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് കഴിയും എന്നുള്ളതാണ് ഇവിടെ മൂന്നാമതായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 14 പോയിന്റ്സ് ആണ്. റിക്വയർമെന്റ്സ് ടുവേർഡ്സ് ദ ഡെവലപ്മെന്റ് ഓഫ് എ ഫൈൻ പേഴ്സണാലിറ്റി. നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, അല്ലെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ അനിവാര്യമായിട്ടുള്ള ഒരു 14 ഘടകങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The first one is clarity of goals and purpose in the life. അത് ഒരു വ്യക്തിക്ക് നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടാവണം, ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഗോൾ എന്താണെന്നും ലൈഫിന്റെ ഉദ്ദേശം എന്താണെന്നും, പർപ്പസ് ഓഫ് ലൈഫ്. ഇപ്പം നമ്മൾ ഏത് മേഖലയിൽ പോകാൻ ആഗ്രഹിക്കുന്നു, അല്ലെ നമ്മുടെ ക്വാളിറ്റി, നമ്മുടെ വർക്ക് അത് എവിടെ നമ്മൾ പെർഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതും, നമ്മുടെ ഗോള് ഏതാണ് നമ്മുടെ എയിം അല്ലെങ്കിൽ ഗോൾ എന്നത് ക്ലിയർ ആയിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ്, ഉദ്ദേശവും നമുക്ക് മനസ്സിലുണ്ടാവണം എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ള പോയിന്റ്. സെക്കൻഡ് വൺ, ഡൂയിങ് ബിയോണ്ട് എക്സ്പെക്ടേഷൻസ്. അത് നമ്മൾ ഒരു വ്യക്തി എക്സ്പെക്ട് ചെയ്യുന്നതിന് അപ്പുറം, പ്രതീക്ഷിക്കുന്നതിനപ്പുറം നമുക്ക് ചെയ്യുവാൻ കഴിയുക എന്നുള്ളത് ഒരു രണ്ടാമത്തെ ഒരു പോയിന്റ് ആണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. സോ
തേർഡ് വൺ ഈസ് ലേണിംഗ് ഫ്രം ഫെയിലിയേഴ്സ്. പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക അല്ലെ പഠിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. ആൻഡ് ഫോർത്ത് വൺ ഇനിഷ്യേറ്റീവ്. എല്ലാത്തിനും തുടക്കം എടുക്കാനുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാൻ മടിച്ചു നിൽക്കാതെ മുമ്പോട്ട് വരണം. അതാണ് ഇനിഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത്. സോ അത് ഒരു നല്ലൊരു പേഴ്സണാലിറ്റിയുടെ ലക്ഷണമാണ്. എന്തൂസിയാസം, പ്രതീക്ഷ അല്ലെങ്കിൽ ശുഭപ്രതീക്ഷ, നമ്മൾ ശുഭാപ്തി വിശ്വാസം, ഇതൊക്കെ ഒരു നല്ലൊരു പേഴ്സണാലിറ്റിക്ക് ഉണ്ടാവേണ്ട കാര്യങ്ങളാണ്. ക്യാരക്ടർ ആൻഡ് പേഴ്സണാലിറ്റി, സ്വഭാവവും പെരുമാറ്റവും, ഇത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സെവൻത് വൺ സെൽഫ് ഡിസിപ്ലിൻ. നമ്മൾ സ്വയം ഡിസിപ്ലിൻഡ് ആവണം. അതായത് മറ്റൊരു വ്യക്തി പറഞ്ഞ് അല്ലെങ്കിൽ ഒരു നിയമം അതിനുവേണ്ടി മാത്രം നമ്മൾ ഡിസിപ്ലിൻഡ് ആവാതെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമ്മളുടെ സ്വമനസ്സാല് തന്നെ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിരിക്കുക എന്നുള്ളതാണ് ഏഴാമത്തെ പോയിന്റ്. എട്ടാമത്തേത് പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ്. പോസിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ മാനസിക അല്ലെങ്കിൽ നമ്മുടെ മനോഭാവം. ഇപ്പോൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആറ്റിറ്റ്യൂഡ് ഈസ് ദ ടെൻഡൻസി ഓഫ് എ പേഴ്സൺ ടു റിയാക്ട് പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി ടുവേർഡ്സ് എ സിറ്റുവേഷൻ എന്നാണ് പറയുന്നത്. ഒരു വ്യക്തിക്ക് ഒരു സിറ്റുവേഷനോട് പ്രതികരിക്കുന്നത് നെഗറ്റീവ് ആണോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടോ ഏത് രീതിയിലും പ്രതികരിക്കാം. ആ ഒരു പ്രതികരണത്തിനെയാണ് നമ്മൾ ആ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവണം, പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം എന്നുള്ളതാണ് ഒരു ഫൈൻ പേഴ്സണാലിറ്റിയുടെ എട്ടാമത്തെ പോയിന്റ്. നയൻത് വൺ മാനേജിങ്. നന്നായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ മാനേജിങ്, നമ്മൾ മാനേജ്മെന്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ദ പീപ്പിൾ ഓർ ബൈ ദ പീപ്പിൾ. സോ ഇത്തരത്തിലുള്ള ഒരു കഴിവുള്ള ഒരു വ്യക്തി ഒരു ഫൈൻ പേഴ്സണാലിറ്റിയുടെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ആൻഡ് ദ 10th വൺ സൗണ്ട് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്. ആരോഗ്യപരമായിട്ടുള്ള ഒരു മനസ്സും ശരീരവും ഉണ്ടാവുക എന്നുള്ളത് ഒരു ഫൈൻ പേഴ്സണാലിറ്റിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട 10ാമത്തെ പോയിന്റ് ആണ്. ഹെൽത്തി മൈൻഡ് ആൻഡ് ഹെൽത്തി ഫിസിക്കൽ ഹെൽത്തിനെസ്. ആൻഡ് 11th വൺ ടീം വർക്ക്. ഒരു ടീമിൽ വർക്ക് ചെയ്യാനുള്ള സന്നദ്ധത അല്ലെങ്കിൽ കഴിവ്. ദെൻ 12th വൺ ഹാർഡ് വർക്ക്. അധ്വാനിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ അധ്വാനിക്കാനുള്ള ഒരു മനസ്സ്. സോ ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. 12ാമത്തെ. ആൻഡ് 13ാമത്തേതാണ് ഗ്രോയിങ് ഇൻ ഓൺസ് നോളജ് ആൻഡ് സ്കിൽ. ഗ്രോയിങ് ഇൻ വൺസ് നോളജ് ആൻഡ് സ്കിൽസ്. ഇപ്പൊ നമ്മുടെ അറിവും നമ്മുടെ സ്കില്ലും ഉപയോഗിച്ച് വളരുക എന്നുള്ളത്. അറിവും സ്കില്ലും നമുക്കുണ്ടായിട്ട് അത് നമ്മൾ ഉപയോഗിക്കാതിരുന്നിട്ട് കാര്യമില്ല. അത് ഉപയോഗിച്ച് അതിൽ നിന്നും വളരുക എന്നുള്ളത്, ഗ്രോ ചെയ്യുക എന്നുള്ളതാണ് 13th പോയിന്റ്. ആൻഡ് 14th വൺ ഡിസൈറിങ് പ്ലഷർ ആൻഡ് എക്സൈറ്റ്മെന്റ്. എക്സൈറ്റ്മെന്റും അതുപോലെ തന്നെ പ്ലഷറും അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തി, സന്തോഷം കാംക്ഷിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് കാംക്ഷിക്കുന്ന വ്യക്തികൾ. സോ ഇത്രയും 14 പോയിന്റ്സ് ആണ് ഫൈൻ പേഴ്സണാലിറ്റിയുടെ അല്ലെങ്കിൽ റിക്വയർമെന്റ്സ് ഫോർ ഡെവലപ്പിംഗ് എ ഫൈൻ പേഴ്സണാലിറ്റി. So now we are going to explain about the qualities of successful person. Successful അല്ലെങ്കിൽ വിജയികളായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ട ചില ക്വാളിറ്റീസ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്ന പോയിന്റ്. Ambition, that is need, desire and ambition to succeed in life. ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ അല്ലെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള ഒരു ഡിസയർ, ആഗ്രഹം, അതൊരു നീഡായിട്ട് തന്നെ എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നതിനാണ് നമ്മൾ ആംബിഷൻ എന്ന് പറയുന്നത്. സോ നമുക്കൊരു നീഡ് അല്ലെങ്കിൽ ഒരു വാണ്ട്, ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയുള്ളൂ. സോ ഇങ്ങനെ ഒരു നീഡ് ആൻഡ് ഡിസയർ നമുക്ക് ഉണ്ടായിട്ട് ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു എയിം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സക്സീഡ് മുമ്പോട്ട് പോകുന്ന ഒരു ആംബീഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. സോ അങ്ങനെയുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ, അവരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ വളരെ ആംബീഷ്യസ് ആയിരിക്കും.
സെക്കൻഡ് തിങ് ആണ് കമ്മിറ്റ്മെന്റ്. ആ ചെയ്യുന്ന ജോലിയോടുള്ള നമുക്കുള്ള ആ ഒരു ഡെഡിക്കേഷൻ, നമ്മുടെ ആത്മാർത്ഥത, ചെയ്യുന്ന കാര്യത്തിലുള്ള ആത്മാർത്ഥത, ഇതൊക്കെ ഒരു സക്സസ്ഫുൾ പേഴ്സണ് വേണ്ട ചില ഗുണങ്ങളാണ്. സക്സസ് ഈസ് ദ റിസൾട്ട് ഓഫ് അവർ തോട്ട്സ് ആൻഡ് ഡിസിഷൻസ്. ഹാവ് എ ഗുഡ് വാല്യൂ സിസ്റ്റം വിൽ ഡീപ്പർ അവർ കമ്മിറ്റ്മെന്റ്. സക്സസ് എന്ന് പറയുന്നത് ഒരു നല്ല വിചാരത്തിന്റെയും നല്ല ചിന്തയുടെയും അതുപോലെ നല്ല തീരുമാനത്തിന്റെയും ഒരു റിസൾട്ടാണ്. ഒരു നല്ല വാല്യൂ സിസ്റ്റം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മൂല്യബോധം ഉണ്ടെങ്കിൽ അത് നമ്മുടെ കമ്മിറ്റ്മെന്റിനെ കൂടുതൽ ശക്തിപ്പെടുത്തും എന്നുള്ളതാണ് നമ്മളിവിടെ കമ്മിറ്റ്മെന്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം എന്തൊക്കെയാണ്? ആംബിഷൻ, കമ്മിറ്റ്മെന്റ്, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം എന്നുള്ളത് മൂന്നാമത്തെ ഒരു ഘടകമാണ്. റെസ്പോൺസിബിൾ ആവുക. റെസ്പോൺസിബിൾ പീപ്പിൾ ആക്സെപ്റ്റ് ആൻഡ് ലേൺ ഫ്രം ദെയർ മിസ്റ്റേക്സ്. അതായത് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന് പറ്റിയ മിസ്റ്റേക്കുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നു, ഉൾക്കൊള്ളുന്നു, എന്നിട്ട് അതിൽ നിന്നും പുതിയ പാഠങ്ങൾ ലേൺ ചെയ്യുന്നു, പഠിക്കുന്നു. അപ്പോൾ നമുക്ക് തെറ്റുകൾ മനസ്സിലാക്കുവാനും അതിനെ ഉൾക്കൊള്ളുവാനും അതിൽ നിന്നും പുതിയ പാഠം പഠിക്കുവാനും ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനും ഉള്ള കഴിവ് ഉണ്ടായിരിക്കണം. അതൊരു സക്സസ്ഫുൾ പേഴ്സണ് വേണ്ട ചില ഫാക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ ചില സ്വഭാവ ഗുണങ്ങളാണ്. ദെൻ ഹാർഡ് വർക്ക്, നേരത്തെ നമ്മൾ പറഞ്ഞു, നന്നായിട്ട് വർക്ക് ചെയ്യുക, അത്യധ്വാനം, നല്ല റിസൾട്ട് കിട്ടും. കാരണം എക്സലൻസ് ഇൻ ദ റിസൾട്ട് ഓഫ് എ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക്. കഷ്ടപ്പെട്ടാൽ അതിന് ഫലം സുനിശ്ചിതം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഒരു സക്സസ്ഫുൾ പേഴ്സന്റെ മറ്റൊരു സ്വഭാവ സവിശേഷതയാണ്. ദെൻ ക്യാരക്ടർ, സ്വഭാവം. ക്യാരക്ടർ എന്ന് പറയുന്നത് ക്യാരക്ടർ ഈസ് ദ സം ടോട്ടൽ ഓഫ് എ പേഴ്സൺസ് വാല്യൂ, ബിലീഫ്സ് ആൻഡ് പേഴ്സണാലിറ്റി. സ്വഭാവത്തിന്റെയും അല്ലെങ്കിൽ മൂല്യങ്ങളുടെയും അതുപോലെ തന്നെ ചിന്തകളുടെയും വിശ്വാസങ്ങളുടെയും ഒക്കെ ആകെ തുകയാണ് നമ്മൾ ക്യാരക്ടർ അല്ലെങ്കിൽ സ്വഭാവം എന്ന് പറയുന്നത്. അടുത്ത ഫാക്ടറാണ് പെർസിസ്റ്റൻസ്. സോ അവർ വില്ലിങ്നെസ് ടു പ്ലാൻ ആൻഡ് പ്രിപ്പയർ. തീർച്ചയായിട്ടും നമ്മുടെ ഒരു പ്ലാൻ ചെയ്യാനും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള നമ്മുടെ ഒരു മനോസാന്നിധ്യം അത് നമ്മുടെ സക്സസിലേക്ക് വഴിതെളിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്വാളിറ്റീസ് ഓഫ് എ സക്സസ്ഫുൾ പേഴ്സൺ എന്ന് പറയുന്നത്. പെർസിസ്റ്റൻസ് ആണ് ലാസ്റ്റ് പോയിന്റ്. സോ ഇത്രയും കാര്യങ്ങളെ നമുക്ക് ക്വാളിറ്റീസ് ആയിട്ട് എടുക്കാം. ക്വാളിറ്റീസ് ഓഫ് സക്സസ്ഫുൾ പേഴ്സൺ. So now we are going to discuss about the determinants of personality. പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കുന്ന ചില പ്രധാന ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. The first factor is biological. ബയോളജിക്കൽ എന്ന് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് അതിൽ. ഹെറിഡിറ്റി, പാരമ്പര്യം, ബ്രെയിൻ ആൻഡ് ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഇത് നമുക്ക് ജനറ്റിക്കലി പാരമ്പര്യമായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. നമ്മുടെ പാരമ്പര്യം, അതുപോലെ നമ്മുടെ IQ, ഇന്റലിജൻസ് ക്വോഷ്യന്റ്, ഫിസിക്കൽ ആയിട്ടുള്ള നമ്മുടെ ഫീച്ചേഴ്സ്, ഹൈറ്റ്, വെയിറ്റ്, അപ്പിയറൻസ്, ഹെയർ കളർ, സ്കിൻ ടോൺ. സോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ബയോളജിക്കൽ ഫാക്ടേഴ്സിലാണ് നമ്മൾ പെടുത്താറുള്ളത്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല, കാരണം ദാറ്റ് ഈസ് ജനറ്റിക്കൽ. ഇപ്പോൾ ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റിയിൽ ആദ്യത്തെ ഫസ്റ്റ് ഫാക്ടറാണ് ബയോളജിക്കൽ. Then second factor, family and social factors. സോഷ്യലൈസേഷൻ പ്രോസസ് ആണ് അതിൽ ഒന്നാമതായിട്ട് പറയുന്നത്. നമ്മുടെ ഫാമിലിയും നമ്മൾ ഏത് സൊസൈറ്റിയിൽ വളർന്നു വരുന്നോ ആ സോഷ്യൽ ഫാക്ടേഴ്സ്. സോ എന്താണ് സോഷ്യലൈസേഷൻ പ്രോസസ്? ബിഹേവിയർ ഫ്രം ഫാമിലി ആൻഡ് സോഷ്യൽ ഗ്രൂപ്പ്സ്. നമ്മുടെ ഫാമിലിയിൽ നിന്നും നമ്മുടെ സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ ഫാമിലി കഴിഞ്ഞാൽ ആദ്യത്തേത് നമ്മുടെ ഫ്രണ്ട്സ് ആണ്, ഫ്രണ്ട്സ് സർക്കിൾ ആണ്, അതിനുശേഷം സൊസൈറ്റിയാണ്. സോ ഇവരിൽ നിന്ന് നമ്മൾ ആർജിച്ച് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടുപഠിക്കുന്ന കാര്യങ്ങൾ അത് നമ്മുടെ പേഴ്സണാലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നു. ദെൻ ഐഡന്റിഫിക്കേഷൻ പ്രോസസ് സെക്കൻഡ് പോയിന്റ് ആണ്. ഐഡന്റിഫിക്കേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ സെലക്ടിങ് ഐഡിയൽ പേഴ്സൺ. നമ്മൾ ഏത് വ്യക്തിയാണ് നമ്മൾ അനുകരിക്കുന്നത്, അല്ലെ നമ്മൾ ആ വ്യക്തിയുടെ സ്വഭാവങ്ങൾ നമ്മൾ ശീലമാക്കുന്ന ഒരു
രീതി. സാധാരണ ഫാമിലിയിലാണെങ്കിൽ പാരന്റ്സ് ആയിരിക്കും സാധാരണ ഈ ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സിന് ഒരു വ്യക്തിയെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ പാരന്റ്സിൽ ആരുടെയെങ്കിലും സ്വഭാവങ്ങളായിരിക്കും മക്കളും അത് ആ സ്വഭാവം പ്രകടിപ്പിക്കാൻ താല്പര്യം കാണിക്കും. സോ ദെൻ തേർഡ് പോയിന്റ് ഈസ് ഹോം എൻവയോൺമെന്റ് അല്ലെങ്കിൽ ബ്രോട്ട് അപ്പ്, എങ്ങനെ വളർന്നു വന്ന ചുറ്റുപാട്. ആൻഡ് ഫോർത്ത് വൺ ഈസ് സോഷ്യൽ ഗ്രൂപ്പ്സ്, നമ്മൾ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് സർക്കിൾ ആവാം, സൊസൈറ്റി ആവാം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ഫാമിലി ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നു. സോ ഈ ഒരു ഫാക്ടറിന് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിൽ വളരെ പങ്കുണ്ട് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ഈസ് കൾച്ചറൽ ഫാക്ടേഴ്സ്. ഒരു രാജ്യത്തിന്റെ കൾച്ചർ ആ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഉദാഹരണം ഓസ്ട്രേലിയൻസിന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയിൽ എടുത്തു പറയുന്നതാണ് ഇൻഡിപെൻഡൻസ്. അവർ ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നിലകൊള്ളാൻ ആഗ്രഹിക്കുന്ന ഒരു ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അവരിൽ കൂടുതലായിട്ട് കാണുന്നു. അതുപോലെ നോർത്ത് കൊറിയൻസിൽ കാണുന്നതാണ് അഗ്രഷൻ. ദാറ്റ് മീൻസ് അവർ കുറച്ച് കടുംപിടുത്തക്കാരും അതുപോലെ വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്തവർ, ആ രീതിയിലുള്ള ഒരു ക്യാരക്ടർ അവരിൽ പ്രകടമാണ്. സോ അത് അവരുടെ കൾച്ചറിന്റെ ഭാഗമാണ്. ഇന്ത്യൻസിന്റെ പ്രത്യേകത കോമ്പറ്റീഷനാണ്, മത്സര ബുദ്ധിയുണ്ട്, അല്ലെങ്കിൽ മത്സരബുദ്ധി ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു മത്സര ബുദ്ധിയോടുകൂടി ഇന്ത്യൻസിന്റെ ഒരു കൾച്ചറൽ ഫാക്ടറാണ്. സോ ഇന്ത്യൻസിൽ കാണുന്ന കോമ്പറ്റീഷൻ. അതുപോലെ തന്നെ കോപ്പറേഷൻ ആണ് ജാപ്പനീസിന്റെ മറ്റൊരു പ്രത്യേകത, സ്വഭാവ സവിശേഷത. അപ്പൊ ഇത് ഓരോ പേഴ്സണാലിറ്റിക്കും അതാത് രാജ്യത്തിന്റെ കൾച്ചറൽ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാവും. ഇപ്പം ജപ്പാനിലെ ആൾക്കാർ കുറെ കൂടെ കോപ്പറേറ്റീവ് മെന്റാലിറ്റിയാണ്, സഹകരണ മനോഭാവത്തോടു കൂടി ഉള്ളവരാണ്. സോ അടുത്തതാണ് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്. അത് നമ്മൾ ലൈഫിൽ ഉണ്ടാകുന്ന സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് ലൈക്ക് പോസിറ്റീവ് ബിഹേവിയർ, നെഗറ്റീവ് ബിഹേവിയർ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. വളർന്നു വന്ന സിറ്റുവേഷൻ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നെഗറ്റീവ് ബിഹേവിയർ ആയിരിക്കും പ്രകടിപ്പിക്കുക. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ പോസിറ്റീവ് ബിഹേവിയർ പ്രകടിപ്പിക്കും എന്നുള്ളതൊക്കെയാണ് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാന ഘടകങ്ങളാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ഇതിനെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.